ഇവിടെ ഒരാൾ എന്താ പിണങ്ങിയിരിക്കാണോ? എന്ത് പറ്റി വാവ? ഇന്ന് ഒറ്റയ്ക്കുള്ളോ? ഓ, അമ്മ മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇന്ന് മഹാലക്ഷ്മി അമ്മയാണ് ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോണല്ലേ? മോളെല്ലാം റെഡിയായി, സെറ്റായി. ഇനി ഞാൻ വിളിച്ചാ മതി. എന്നാ വാ ഇങ്ങോട്ട്, ഞാൻ വിളിക്കാം. വാ, ആദ്യം മഹാലക്ഷ്മിയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ സ്റ്റേജില് ഒരു കടുകുമണി പോലെ സത്യം. നമ്മൾ രണ്ടുപേരും ഇല്ലാതെ ഈ സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. കാണുകയില്ല, ഇച്ചിരിയേ ഉള്ളൂ. മഹാലക്ഷ്മി റെഡിയാണോ? എല്ലാം പഠിച്ചോ? നന്നായി പ്രാക്ടീസ് ചെയ്തോ? ഇനി അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ മേക്കപ്പ്, അമ്മ സാധാരണ എങ്ങനെയാ മേക്കപ്പ് ചെയ്യാൻ കുറെ സമയം എടുക്കുവോ? കുറെ സമയം എടുക്കും. അപ്പൊ സൂപ്പർ അമ്മയും മകളും ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് അമ്മയെ നമുക്ക് വിളിക്കണ്ടേ? മഹാലക്ഷ്മിയുടെ സൂപ്പർ അമ്മ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മഹാലക്ഷ്മി വിളിക്കട്ടെ അമ്മേനെ. അതെ, മഹാലക്ഷ്മി അമ്മേനെ വിളിക്കൂ. നമസ്കാരം. ഇന്നൊരു ഗംഭീര പെർഫോമൻസ് ആണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞങ്ങൾ ഭൂതപ്പാട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള കഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഭൂതപ്പാട്ടിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ ആണ്. നമുക്ക് കാണാം, നോക്കട്ടെ, ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ബെസ്റ്റ്. അപ്പൊ ഭൂതപ്പാട്ടിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ കാണാൻ നമ്മൾ എല്ലാവരും റെഡിയാണ്. അതിനു മുമ്പ് നമുക്ക് ഇവരുടെ ഒരു AV എന്തായാലും കാണാം. കാണാം അല്ലേ? യെസ്. ഹായ്, ഞാൻ സ്മിഷ. ഇത് മഹാലക്ഷ്മി, എൻ്റെ പിങ്കി കുട്ടിയാണിത്. ഞങ്ങൾ ട്രിവാൻഡ്രം ജില്ലയിലെ നെടുമങ്ങാട് കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഡാൻസറാണ്, പ്രൊഫഷണൽ ഡാൻസ് ടീച്ചറാണ്. നാടകവും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇതെൻ്റെ പിങ്കിക്കുട്ടി. പിങ്കിക്കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഏത് സ്കൂളിലാ? MGM-ലാണ് പിങ്കി പഠിക്കുന്നത്. എനിക്ക് വേറെയും 2 കുട്ടികളുണ്ട്, 2 ബോയ്സും 1 ഗേളാണ്. പിന്നെ ഹസ്ബൻഡ് അരുൺ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനിടയിൽ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സും, എനിക്ക് ഒരു 10-55ഓളം കുട്ടികളുണ്ട് ഡാൻസ് സ്കൂളിൽ. ഡാൻസ് പരിപാടികളും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഡാൻസും പാട്ടും പിന്നെ നാടകം എല്ലാമായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ ഞങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കാണുക. ഞങ്ങളവിടെ എനിക്ക് തോന്നുന്നു ഒരു സകലകല വല്ലഭയാണ് അല്ലേ? ഡാൻസറാണ്, നാടകമുണ്ട്, പാട്ടുണ്ട്, തിയേറ്റർ പാട്ട് മാത്രമില്ല. പാട്ട് പാടുമ്പോൾ പാട്ട് സാറിന് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ കുറച്ച് താഴ്ത്തി പാടി. ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഒരുമിച്ച്, പ്രത്യേകിച്ച് ഡാൻസേഴ്സിന് പാട്ട് ക്ലാസ് നിർബന്ധമാണ്. അപ്പൊ ഞാൻ എന്ന് എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാലും സാർ എന്നെ കൊണ്ട് രജു സാർ എന്ന് പറഞ്ഞ സാറുണ്ട്, ഒരു വരി പാടിപ്പിക്കും. ഓക്കെ സ്മിഷ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് സാർ എന്നെ കൊണ്ട് നിർത്തിപ്പിക്കും. അപ്പം എനിക്ക് മനസ്സിലായി എന്റെ പാട്ട് അത്ര നല്ലതാണെന്ന്. പാട്ടില്ല, പക്ഷെ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. ഒരുപാട് സ്റ്റേജിൽ നാടകം ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ചത് കാലടി യൂണിവേഴ്സിറ്റിയിലാണ്. സുരഭി, ദിലീഷ് പോത്തൻ, അവരുടെയൊക്കെ നാടകങ്ങളിലൂടെ വന്നതുകൊണ്ട് അവരുടെയൊക്കെ ആ ഒരു എനർജി എനിക്കും ചെറുതായി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റിന് ഒരു സ്പെഷ്യൽ എനർജി എപ്പോഴും ഉണ്ടാവും. ഫിസിക്കൽ എന്താ പറയാ, ആക്ഷൻസ് എല്ലാം പഠിക്കണം കുട്ടികൾ, നോ പറയാൻ പഠിക്കണം. അതിൻ്റെ കൂടെ കുട്ടികൾ തിയേറ്ററും പഠിക്കണം. ബിക്കോസ് തിയേറ്ററിൽ ഒരാളുടെ പേഴ്സണാലിറ്റി, ഒരു ക്യാരക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പഠിക്കുക എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ മോളോട് എപ്പോഴും പറയും, പഠിക്കുക, എപ്പോഴും പഠിക്കുക. പഠിച്ചാലും ഞാൻ എത്രയോ പഠിച്ചിട്ട് ഇവിടെ എത്തി. പഠിച്ചത് വേറെ, വന്നത് വേറെ. അപ്പോൾ നമുക്ക് നമ്മളുടെ സെൽഫായ ഡെവലപ്പ് ചെയ്യണം. അതൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം. സെൽഫ് ഡിഫെൻസ് ആണെങ്കിലും നോ പറയുക, അല്ല തിയേറ്റർ മോളെ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും അതെന്തായാലും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ ഈ കലാ കുടുംബത്തില് മൊത്തത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് എല്ലാ യാത്രകളും പോകുന്നത് അല്ലേ? കുടുംബം എന്ന് പറയുന്നത് ഹസ്ബൻഡ്
നന്നായിട്ട് പാട്ട് പാടും. ഹസ്ബൻഡ് ഫാമിലിയിൽ എല്ലാവരും നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ ഡാൻസും ഞാനും മോളാണ്. പിന്നെ 2 ബോയ്സ് ഉണ്ട് എനിക്ക്. ഒരു മൂത്ത ആള് സൈക്ലിംഗ് ആണ്, സ്പോർട്സ് ആണ് അവന്റെ മേഖല. രണ്ടാമത്തെ ആള് ഡ്രോയിങ്. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ പോകുന്നു. പിന്നെ ഫാമിലി ഫുൾ. ആൻഡ് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതപ്പാട്ടിനൊരു വെറൈറ്റി ആണ് അവർ നമുക്ക് വേണ്ടി കാഴ്ചവെക്കാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കൊറിയോ ചെയ്താണോ അതെയോ? ഇത് ഞാൻ സ്വന്തമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തതാണ്. ഭൂതപ്പാട്ടിന്റെ പല വേർഷൻസും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് തോന്നി ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ആണ് അവര്. അപ്പൊ നമ്മൾ കാണാനായിട്ട് ഞങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റെഡി അല്ലേ മഹാലക്ഷ്മി? എപ്പോഴേ റെഡി. ഓൾ ദി ബെസ്റ്റ് പിങ്കി കുട്ടി. താങ്ക്സ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. നമ്മൾ കേട്ടുപഴകിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ക്രൂരതയുടെ വികൃത മുഖം. എന്നാൽ വരികൾക്കിടയിലെ വായനയിൽ തെളിയുന്നത് അതാണോ? ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ തെളിമയാർന്ന വാത്സല്യം. അവസാനം കുട്ടിയെ വിട്ടുകൊടുക്കുമ്പോൾ വേദന ഉള്ളിലൊതുക്കി ചുടുകണ്ണീർ മറയാക്കി തികട്ടി വന്ന തേങ്ങലൊതുക്കുന്ന പൂതത്തിന് സ്നേഹം നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. പൂന്തണലിൽ ചെറുകാറ്റൊത്തിവിടയിരുന്നെഴുതാലോ പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ. കിളിവായിൽ കൂടിത്തൂറു കണ്ണും കായ്ച്ചു പകലൊക്കെ പാർക്കുന്നു പൂതൻ. കിളിവായിൽ കുഞ്ഞേ മടങ്ങുക, ഇവിടെ കാറ്റുണ്ട്, പുഴയുണ്ട്, പൂവുണ്ട്, പുഞ്ചിരിയുണ്ട്. കുഞ്ഞേ മടങ്ങുക. വേദനയോടെ ഭൂതം യാത്രയാകുമ്പോൾ ഒരു പുനഃസമാഗമത്തിന് അതിയായ ആഗ്രഹത്തോടെ വീണ്ടും വരുമെന്നും ഉണ്ണിയെ കാണാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ച ഭൂതത്തോട് വീട് എവിടെയാണെന്ന് നങ്ങേരി പറഞ്ഞതുമില്ല. ഭൂതം ചോദിക്കാനും മറന്നും പോയി. ഒരുപക്ഷെ തൻ്റെ കുഞ്ഞിനെ വീണ്ടും ഭൂതം തട്ടിയെടുക്കുമോ എന്ന ഭയത്താലാണോ ആ അമ്മ അത് പറയാത്തത്? ചോദ്യമായി അവശേഷിക്കുന്നു. പാവം ഭൂതം ഇപ്പോഴും എല്ലാ മകരക്കൊയ്ത്ത് കഴിയുമ്പോഴും എല്ലാ വീടുകളിലും ഉണ്ണിയെ അന്വേഷിച്ചലയുന്നു.